നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ക്രിമിനോളജിയിലെ മൂന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ യൂണിറ്റിന്റെ പേര് പോലീസ് സിസ്റ്റം എന്നാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിന്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ത്യയിലെ പോലീസ് സിസ്റ്റം, അതിന്റെ വളർച്ചയും രൂപീകരണവും ഒക്കെയാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയിൽ പോലീസ് സിസ്റ്റം വരുന്നത്, പോലീസ് സംവിധാനം എന്നത് നമുക്കറിയാം നമ്മുടെ ക്രമസമാധാന പാലനത്തില് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് പോലീസ് സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മുടെ സാമൂഹ്യ ഭദ്രതയും നിയമ വാഴ്ചയും ക്രമസമാധാന പാലനവും ഒക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് പോലീസ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രാചീന ഇന്ത്യയിൽ തന്നെ പോലീസ് സിസ്റ്റം ഉണ്ടായിട്ടുണ്ട്. പോലീസ് സിസ്റ്റത്തിന്റെ ഒരു വളർച്ച നമുക്ക് മൗര്യകാലം തൊട്ട് പോലും നമുക്ക് അത് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ ദണ്ഡനീതി എന്നത് മൗര്യ കാലഘട്ടത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ആശയമാണ്. കൗടില്യന്റെ അർത്ഥശാസ്ത്രത്തിലൊക്കെ തന്നെ ഒരു ക്രമസമാധാന പാലനം ത്തെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇനി മധ്യകാലത്തിലേക്ക് വരുമ്പോൾ കോട്ട്വാൾ എന്ന ഒരു നഗരഭദ്രതയ്ക്കുള്ള ഒരു സിസ്റ്റം നമുക്ക് അവിടെ ഡെവലപ്പ് ചെയ്തതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പൊ പ്രാദേശിക തലത്തിലേക്കും കൂടി പിൽക്കാലത്ത് ഇത് വ്യാപിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കൃത്യമായിട്ട് 1861 ബ്രിട്ടീഷ് കാലത്താണ് ഇന്ത്യയില് ആധുനികമായിട്ടുള്ള ഒരു പോലീസ് സംവിധാനം രൂപപ്പെടുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ബ്രിട്ടീഷ് ഭരണകാലത്ത് രൂപപ്പെട്ടിട്ടുള്ള, അതായത് 1861 രൂപപ്പെട്ടിട്ടുള്ള പോലീസ് സംവിധാനത്തിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിപ്പോ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോ ഒരു സംഘടിതമായിട്ടുള്ള ഒരു ശൈലിയില് ഒരു സിസ്റ്റമായിട്ട്, കൃത്യമായിട്ട് ഒരു സിസ്റ്റമായിട്ട് പോലീസ് സംവിധാനം വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഇനി ഈ ഒരു കാലഘട്ടത്തിലെ ലോർഡ് കോൺവാലിസ് ആണ് ഈ ഒരു പോലീസ് സിസ്റ്റത്തിന്, ഇന്ത്യയിലെ പോലീസ് സിസ്റ്റത്തിന് അടിത്തറ പാകുന്നത്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ്സും അതുപോലെ തന്നെ IPCയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഒരു സിസ്റ്റം രൂപപ്പെടുന്നത്. പിന്നീട് 2005 പോലീസ് റിഫോമുകൾ, ഒരുപാട് പരിവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ ഈ കേരളത്തിലെ പോലീസ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് പോലീസ് എന്ന് പറയുന്നത്, ക്രമസമാധാനം പോലീസ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവുന്നത് പോലെ തന്നെ നമുക്ക് 3 ലിസ്റ്റുകളാണുള്ളത് അല്ലെ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ് ആൻഡ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റിന്റെ പരിഗണനയിൽ വരുന്നതാണ്, അതായത് സംസ്ഥാനങ്ങൾക്കാണ് പോലീസിന്റെ അധികാരമുള്ളത്, ചുമതലയുള്ളത്. അപ്പോൾ സ്റ്റേറ്റ് പോലീസ് സിസ്റ്റത്തില് SP, DSP, CI, SI, ASI, കോൺസ്റ്റബിൾ, ഇതാണ് ഈ പോലീസ് സിസ്റ്റത്തിന്റെ ഓർഡർ എന്ന് പറയുന്നത്. ഇപ്പൊ സെൻട്രൽ ഏജൻസീസ് ആയിട്ടുള്ള CBI, അതുപോലെ NIA, CRPF, BSF, CISF തുടങ്ങിയ സെൻട്രൽ ഏജൻസീസും ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ട്, ഇതിന്റെ ഒരു ഉപവിഭാഗമായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ പല സ്പെഷ്യൽ യൂണിറ്റ്സ് ഉണ്ട്, സൈബർ ക്രൈം സെല്ലുകളുണ്ട്, വുമൺ സെല്ലുകളുണ്ട്, അതുപോലെ ആന്റി ടെറർ സ്ക്വാഡ്സ്, ATSകൾ, ഇതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് കുറ്റാന്വേഷണവും അതുപോലെ തന്നെ കുറ്റവാളികളെ പിടികൂടലുമാണ്. നിയമത്തിന്റെ മുന്നിലേക്ക് അവരെ പിടികൂടുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ പൊതുഭദ്രത, സാമൂഹിക ഭദ്രത ഉറപ്പുവരുത്തുക, നിയമലംഘനങ്ങൾ തടയുക, ട്രാഫിക് നിയന്ത്രണം, അതുപോലെ തന്നെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നൊക്കെ ഉള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. എന്നാൽ ഇപ്പോൾ പോലീസിന്റെ ലക്ഷ്യങ്ങൾ കൂടുതൽ വിപുലമാകുന്നുണ്ട്. ഒരു കൂടുതലായിട്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു സിസ്റ്റമായിട്ട് പോലീസ് സിസ്റ്റം വളർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി പ്രധാനപ്പെട്ട പോലീസ് റിഫോംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 1960 ഒരു ഗോർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരമാണ് ഇന്ത്യയിലെ പോലീസ് സംവിധാനം വളർന്നു വരുന്നത്. 1861 എന്ന് പറയുമ്പോൾ ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ഇത് വളർന്നു വരുന്നത്. പിന്നീട് 1979 നാഷണൽ പോലീസ് കമ്മീഷൻ NPC രൂപപ്പെട്ടു. 2006 സുപ്രീം കോടതി വേർഡിക്റ്റ് പ്രകാരം, പ്രകാശ് സിംഗ് കേസ് പ്രകാരം ഇതിലെ കൂടുതൽ പോലീസ് നിയമത്തിലെ രാഷ്ട്രീയ ഇടപെടൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ റിഫോംസ് ഉറപ്പുവരുത്തി. പിന്നീട് ഒരു പുതിയ പോലീസ് കമ്മീഷനെ രൂപവൽക്കരിക്കുകയും ചെയ്തു. അതിന്റെ പോലീസുകാരുടെ ട്രാൻസ്ഫർ, നിയമം, അതുപോലെ സേവനകാലം, ഇതിലൊക്കെ കൃത്യമായിട്ട് വ്യക്തത വരുത്തിക്കൊണ്ട് ഈ ഒരു സിസ്റ്റത്തെ റിഫോം ചെയ്തു. ഇനി ഇതിലെ പുതിയ നടപടികൾ എന്ന് പറയുന്നത് മോഡേൺ പോലീസിംഗില് സൈബർ ക്രൈമും സൈബർ ക്രൈം യൂണിറ്റുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ ആധുനിക സംവിധാനങ്ങൾ ഈ മേഖലയിലേക്ക് കൂടുതലായിട്ട്
ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോലീസ് സിസ്റ്റത്തിന്റെ വെല്ലുവിളികളും പരിഹാരങ്ങളും ചലഞ്ചസും അതിന്റെ സൊല്യൂഷൻസുമാണ് നമ്മൾ ഇനി നോക്കുന്നത്. അപ്പോ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനം, അതായത് കൃത്യമായിട്ട് ഒരു ഉത്തരവാദിത്ത ബോധമില്ലാത്ത അല്ലെങ്കിൽ വാല്യൂ ഓറിയന്റഡ് അല്ലാത്ത ഉദ്യോഗസ്ഥരാലുള്ള പ്രശ്നങ്ങളാണ് ഈ മേഖലയിൽ അധികമായിട്ട് ഉള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ചലഞ്ച് എന്ന് പറയുന്നത്. അത് അവരുടെ അതിക്രമങ്ങൾ, മനുഷ്യാവകാശ ലംഘനങ്ങൾ ഒക്കെ പ്രശ്നങ്ങളായിട്ട് വരാറുണ്ട്. പിന്നെ ആധുനികമായിട്ടുള്ള സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള കാലാനുസൃതമായിട്ടുള്ള പരിശീലനങ്ങൾ കൃത്യമായിട്ട് ലഭിച്ചവരാവണം. ആധുനികമായിട്ടുള്ള ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള പരിശീലനമൊക്കെ ലഭിച്ചിരിക്കണം. ഇപ്പൊ പലപ്പോഴും കാലഹരണപ്പെട്ട രീതികൾ ഈ ഒരു പോലീസ് സിസ്റ്റത്തിൽ തുടരുന്നതായിട്ടുള്ള ഒരു ആക്ഷേപം കൂടി ഉണ്ട്. അപ്പൊ അതുപോലെ മോശം സേവന വേതന വ്യവസ്ഥകളും പോലീസ് മേഖല അനുഭവിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. ജോലി സമ്മർദ്ദം, അതുപോലെ തന്നെ പോലീസുകാരുടെ സുരക്ഷാ സംവിധാനങ്ങൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ മേഖലയെ അലട്ടുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോൾ ഇനി നമ്മള് ഇന്ത്യൻ പോലീസ് ആക്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഇന്ത്യൻ പോലീസ് ആക്ടിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാനത് പിന്നീട് വിശദമായിട്ട് പറയാനുള്ളത് കൊണ്ടാണ് ജസ്റ്റ് അവിടെ നമ്മളൊന്ന് ടച്ച് ചെയ്ത് പോയിട്ടേ ഉള്ളൂ. അപ്പൊ എന്താണ് ഇന്ത്യൻ പോലീസ് ആക്ട് എന്ന് നോക്കാം. 1861 ഇന്ത്യൻ പോലീസ് ആക്ടിന്റെ സാലിയന്റ് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 1861 ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിലെ നിയമവും അതുപോലെ ക്രമസമാധാനവും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു നിയമമാണ് ഇത്. 1857 ഷിപ്പോയ് മ്യൂട്ടിനി, നമുക്കറിയാലോ, ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്ന ഷിപ്പോയ് മ്യൂട്ടിനി നടന്നു. ഈ ഒരു കലാപത്തിന് ശേഷമാണ് ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ നടത്തേണ്ട പുതിയ റിഫോംസിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് അവർക്ക് രൂപപ്പെടുന്നത് 1857 കലാപത്തിന് ശേഷമാണ്. അതിനെ തുടർന്ന് അവർ ഒരുപാട് അഴിച്ചുപണി, റിഫോംസ് ഓഫ് 1858 എന്ന് പറയുന്ന 58 ഒരു റിഫോം നടന്നിട്ടുണ്ട് അല്ലെ. അത് പ്രകാരമാണ് വൈസ്രോയി നേരിട്ട് കമ്പനി ഭരണം അവസാനിപ്പിക്കുകയും നേരിട്ട് വൈസ്രോയിമാർ ഇന്ത്യയുടെ ഭരണം ഏറ്റെടുക്കുകയൊക്കെ ചെയ്യുന്നത് അതിനെ തുടർന്നാണ്. തീർച്ചയായിട്ടും അതിന്റെ ഒക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു പോലീസ് സിസ്റ്റവും ഇന്ത്യയിൽ വളർന്നു വരുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് കേന്ദ്രീകൃതവും മായിട്ടുള്ള ഒരു സംവിധാനമാണ്. കേന്ദ്രീകൃത സംവിധാനമാണെങ്കിലും എല്ലാം കേന്ദ്രത്തില് ഇങ്ങനെ മാത്രം വരുന്നതല്ല, ഒരു ബ്രാഞ്ചഡ് സിസ്റ്റം തന്നെയാണ്. എന്നാൽ ഒരു ഹയറാർക്കി ഉണ്ട്, കൃത്യമായിട്ടുള്ള ഒരു ഹയറാർക്കി ഈ പോലീസ് സിസ്റ്റത്തിന് ഉണ്ട്. ഒരു കേന്ദ്രീകൃത വൃത്തത്തിലുള്ള ഒരു ബ്രാഞ്ചഡ് സിസ്റ്റം ആയിട്ടാണ് ഈ പോലീസ് സിസ്റ്റം പ്രവർത്തിക്കുന്നത്. ഇപ്പൊ സംസ്ഥാന തലത്തില് പോലീസിന് IG ഉണ്ട്, അതുപോലെ തന്നെ ജില്ലാ തലത്തില് SP-മാരുണ്ട്. ഇനി അതിന്റെ താഴേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. പോലീസിന്റെ ഹൈറാർക്കി നമ്മൾ മുൻ ഭാഗത്ത് ഡിസ്കസ് ചെയ്തതാണ്, അതിലേക്ക് ഞാൻ ഇനി വിശദമായിട്ട് കടക്കുന്നില്ല. ഓക്കെ, അപ്പൊ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ നിയമന കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഒരു കാഴ്ചപ്പാട് ഇവിടെ ഈ ഒരു നിയമപ്രകാരം വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ജില്ലാ കളക്ടർക്ക് പോലീസ് സംവിധാനം ജില്ലാ മജിസ്ട്രേറ്റിന്റെ നിയന്ത്രണത്തിലായിരുന്നു. അപ്പൊ അതിലൂടെ തന്നെ ഭരണാധികാരികളുടെ ഒരു സ്വാധീനം ഈ പോലീസ് സിസ്റ്റത്തിനെ വല്ലാതെ അവരുടെ ഇഷ്ടത്തിന് ഒത്തുപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് പോലീസ് സിസ്റ്റം പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം അന്ന് നിലവിലുണ്ടായിരുന്നു. പിന്നീട് ഓരോ പ്രൊവിൻസിനും ഒരു പോലീസ് സിസ്റ്റം ഉണ്ടാവുക എന്നൊരു സിസ്റ്റത്തിലേക്ക് പിന്നെ ഇത് മാറിയിരുന്നു. അതിന് ശേഷം പിന്നീടാണ് സിസ്റ്റം കൃത്യമായിട്ടുള്ള അഴിച്ചുപണികൾ നടന്ന് ഇന്ന് കാണുന്ന രീതിയിലേക്ക് പോലീസ് സിസ്റ്റം വിപുലീകരിക്കുന്നത്. ഇനി പോലീസ് സിസ്റ്റത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പൊതു ക്രമസമാധാനം ഒക്കെ ഉറപ്പുവരുത്തുക, ഇതൊക്കെയായിരുന്നു. അപ്പൊ ഈ ഒരു ലക്ഷ്യം പോലീസിന് നൽകുന്നത് 1861 ആക്ട് പ്രകാരമാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള നിരവധി അധികാരങ്ങൾ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അറസ്റ്റ് ചെയ്യാനും അതുപോലെ അവരുടെ അന്വേഷണങ്ങൾക്കുമൊക്കെ കൂടുതലായിട്ട് ഉള്ള അവകാശങ്ങൾ പോലീസുകാർക്ക് അനുവദിച്ച് നൽകുന്നത് ഈ ഒരു ആക്ട് പ്രകാരം ആണ്. അതുപോലെ തന്നെ നീതിന്യായ വ്യവസ്ഥ കൃത്യമായിട്ട് നടപ്പിൽ വരുത്തുന്നതിനുള്ള ഒരു ടൂളായിട്ടാണ് പോലീസ് സിസ്റ്റത്തെ ഈ ഒരു ആധുനിക നിയമപ്രകാരം പോലീസ് സിസ്റ്റത്തെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.